വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ഫേസ് പാക്ക് വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ സീറോ എക്സ്പെൻസോട് കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ്. പക്ഷെ സീറോ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഈ സാധനം നമ്മുടെ വീട്ടിൽ വേണം കേട്ടോ, അല്ലാതെ നമുക്ക് സീറോ എക്സ്പെൻസിൽ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു റെഗുലർ ആയിട്ട് ഒരു 4 ആഴ്ച ഇതൊരു ആഴ്ചയിൽ ഒരു 4-3 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും നല്ല ചേഞ്ചസ് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവും. അത് ഞാൻ ഗ്യാരണ്ടി, അതിൻ്റെ ഗ്യാരണ്ടി അല്ല, അതിൻ്റെ തെളിവാണ് ഞാൻ. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ മേലെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം തന്നെ സ്കിന്നിൻ്റെ ഒരു അവസ്ഥയും. ഈവൻ വിശാഖടക്കം ചോദിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മൊത്തം കുരുവൊക്കെ പോയി ഇപ്പം എൻ്റെ മൊത്തമായി കുരു, ആ തരത്തിലേക്കുള്ള ചേഞ്ചസ് എൻ്റെ ഫേസിലുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്തൊക്കെ ഇവിടെ എടുത്തിട്ടുള്ളത്, ഓൺലി 2 സാധനങ്ങൾ, അതിൽ കൂടുതൽ സാധനങ്ങളൊന്നുമില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, എക്സ്ട്രാ തേനോ പാലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ദേ ഞാനിന്ന് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന 2 സാധനങ്ങൾ കാണിച്ചു തരാം. ഫേസ് പാക്കിൻ്റെ മെയിൻ കുട്ടപ്പന്മാർ ഒന്ന് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി, മറ്റോ നമ്മുടെ വീട്ടിലുണ്ടായ ഓമക്കായ. ഇനി വീട്ടിൽ ഓമക്കായ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് പപ്പായ മേടിക്കുന്ന സമയം പപ്പായക്ക് വലിയ വില ഒന്നുമില്ല, 30-25 ഈ ഓഫറിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പപ്പായ വീട്ടിലുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് സീറോ എക്സ്പെൻസിൽ ചെയ്യാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിൽ 2 മരം 3 മരമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓമക്കായ ഈ സമയത്തൊക്കെ കിട്ടാറുണ്ട്. കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വാങ്ങി തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പപ്പായ എടുത്തിട്ടുണ്ട്. പപ്പായ ഞാൻ കൈയായിട്ട് തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പപ്പായ കേട്ടോ, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അത് ഞാൻ കൈയായിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മിക്സിയിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല, അത്രയും പഴുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല ടേസ്റ്റുണ്ട്. ഞാൻ ആവശ്യത്തിന് എടുക്കുള്ളൂ, കുറേ എടുത്തിട്ട് നാശാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി ഞാൻ കഴിക്കും. നല്ല ഓമക്കായാണ്, പ്ലേറ്റ് നല്ല പ്ലേറ്റാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയില്ലേ അത് സൈഡിലാണ്, ഇതിലോട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഞാൻ ആവശ്യത്തിനുള്ളത് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. അതിന് മുന്നേ ഞാനിതേ ഈ ബാലൻസ് വന്ന പീസ് ഉണ്ടല്ലോ, അത് പിന്നെ ഓമക്കായ മുഖത്തേക്കാണല്ലാണ് കഴിക്കുന്നത്. പപ്പായ ഇസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. സോറി, നിലത്ത് വരുന്നുണ്ട് കേട്ടോ. താഴെക്കൂടെ പിള്ളേർ പോകുന്നുണ്ട്, എന്നെ കമൻ്റ് അടിച്ചിട്ടാണ് പോണത് കേട്ടോ. കമൻ്റ് അടിയൊന്നും നമ്മൾ കേൾക്കൂല. അപ്പം ഓമക്കായ ഞാൻ കഴിച്ചു. ചിലതിന് ഓമക്കായ, ചിലതിന് പപ്പായ, ചിലതിന് കർമൂസിക്കായ, ചിലതിന് കർമൂസ എന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നു മലബാറിൽ മിക്കവാറും എല്ലായിടത്തും ഓമക്കായ, കർമൂസ, കർമൂച്ചി എന്നൊക്കെ വേണം പറയാം. അപ്പോൾ നമ്മളോട് ഓമക്കായ എന്നാണ് പറയാം. ചിലപ്പോൾ കർമൂസ എന്നും പറയില്ല എന്നല്ല. അപ്പോൾ അതേ ഞാൻ ഈ മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് ഈ പപ്പായ മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അയ്യോ, നല്ല സ്മെല്ല്, നല്ല അടിപൊളി മഞ്ഞൾ കേട്ടോ. അതിൻ്റെ സ്മെല്ലും വേറെ തന്നെയാണ്. പിന്നെ പപ്പായ നല്ല അടിപൊളി പപ്പായാണ്, അതിൻ്റെ സ്മെല്ലും വേറെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്മാഷ് ചെയ്ത് കൊടുത്തത് നല്ല അടിപൊളി ഫേസ് പാക്ക് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഞാൻ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇതെല്ലാം മുക്തി തേക്കാൻ പോവാണ്. അതിന് മുന്നേ എനിക്ക് ഡ്രസ്സ് മാറ്റണം, കാരണം ഞാൻ പുറത്തേക്ക് കൂടി ഇടുന്ന ഡ്രസ്സാണ്. അതിൽ മഞ്ഞളായി കഴിഞ്ഞാൽ മഞ്ഞൾ പോവില്ല, പ്രത്യേകിച്ച് ബ്ലാക്കാണ്. അപ്പോൾ അതേ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ടീഷർട്ട് എടുത്തിട്ട് കേട്ടോ, എന്നിട്ട് ഞാൻ വരാം. അപ്പോൾ അതേ ഞാൻ എൻ്റെ ഫേസിലെ അഴുക്കൊക്കെ പുറത്ത് പോയി വന്നിട്ട് ഫേസ് വാഷ് ചെയ്തിരുന്നില്ല, ഫേസ് വാഷൊക്കെ ചെയ്തു. എൻ്റെ പൊട്ട് എവിടെ ഇരിക്കുക, ഫേസ് വാഷ് ചെയ്തു, ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇതേ ഞാൻ അത് അപ്ലൈ ചെയ്യണം. നമുക്കിത് കഴിഞ്ഞിട്ട് ഫംഗ്ഷന് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേ ഞാൻ വേഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോഴേ മഞ്ഞൾപ്പൊടി പറ്റാത്തവരാണെങ്കിൽ യു ക്യാൻ യൂസ് ഓൺലി വിത്ത് പപ്പായ. അതല്ല എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരാണ്, അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ യു ക്യാൻ യൂസ് ഹണി വിത്ത് പപ്പായ അല്ലെങ്കിൽ മിൽക്ക് വിത്ത് പപ്പായ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സത്യം പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് വളരെ നല്ല ഒരു നമ്മുടെ ഡാർക്ക് സ്പോട്ടും ടാനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു റെമഡി ആട്ടോ. എനിക്കെന്തോ ഈ പപ്പായ ഭയങ്കര പപ്പായ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അതെന്താണെന്ന് എനിക്കറിയില്ല.
എനിക്ക് അങ്ങനെ അത്ര വലിയൊരു അലർജിക്ക് ഇല്ലാത്തൊരു സാധനമാണല്ലോ പപ്പായ. അതുകൊണ്ടാണ് വണ്ടി പോകുന്നുണ്ട്, അതിന് സൗണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസിലാണ് ഇത് ചെയ്യുന്നത്. സോറി, വോയിസ് ഓവർ അല്ല, ഓൺ വോയിസ് കൊടുത്ത് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറേ ദിവസം പരീക്ഷിച്ചതിന് ശേഷം ഞാൻ ഈ ഫേസ് പാക്ക് നിങ്ങളെയും കൂടി കാണിക്കുന്നത്. ഇനി വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ഞാൻ രണ്ടും കൂടി ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് അത്യാവശ്യം നല്ല ചേഞ്ച്. കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ അത് കല്യാണത്തിന് മുന്നേ ഞാൻ ഓൾറെഡി ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊട്ടാറ്റോ, മഞ്ഞൾപ്പൊടി, തേന് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിലുണ്ട്. നിങ്ങളൊന്ന് കയറി നോക്കിയാൽ കുറച്ച് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഒരെണ്ണം ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി വിത്ത് വേറൊരു സാധനം. നമ്മുടെ വീട്ടിലെല്ലാവർക്കും അറിയുന്നൊരു സാധനമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. ഞാൻ അതൊരു എക്സ്ട്രാ വേറെ വീഡിയോ ആയിട്ട് പറയാം. ഇതിൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളത് ഓൺലി പപ്പായ ആൻഡ് മഞ്ഞൾപ്പൊടി. ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ കൈയായിട്ടാട്ടോ സ്മാഷ് ചെയ്ത്, അല്ലാതെ മിക്സി പോലും യൂസ് ചെയ്തിട്ടില്ല. മിക്കവാറും നമ്മളെല്ലാ പാക്ക് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഈ മിക്സി ആയുധങ്ങൾ ഒക്കെ വേണമല്ലോ, അതൊന്നും എനിക്കിതിൽ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇതേ ഞാൻ ഫേസ് പാക്ക് ഇവിടെ നിർത്താം കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കൊരു ഫംഗ്ഷന് പോകണ്ടേ, വിചാരിപ്പം എത്തും. അതിന് മുന്നേ ഇത് ഡ്രൈ ആയിട്ട് വേണം എനിക്ക് പോയിട്ട് വാഷ് ചെയ്യാൻ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവുന്ന സമയം ഒരു 20 മിനിറ്റ്സ് ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിന് ആ 20 മിനിറ്റ്സിൽ എനിക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാണ്ട്, അയൺ ചെയ്യാനുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. എൻ്റെ മുഖത്ത് ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കൈ ഞാൻ നനച്ച് വന്നിട്ടുണ്ട്. ഈ നനച്ച് വന്ന കൈയായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് പോലെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏത് ഫേസ് പാക്ക് ഇട്ടാലും അങ്ങനെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഡെഡ് സ്കിൻ ഇതുകൊണ്ട് പോവാച്ചാൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്. എല്ലാവരിങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല. പക്ഷെ എന്താ ജസ്റ്റ് നമ്മൾ തെയ്യത്തിനൊക്കെ മഞ്ഞളിട്ടവരുണ്ടല്ലേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. മേക്കപ്പ് റിമൂവർ സ്പോഞ്ചാണ്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ മുഖത്ത് അത് വൈപ്പ് ചെയ്യുമ്പോഴുള്ള ചേഞ്ച്, ഇൻസ്റ്റൻറ്റ് ഗ്ലോ ക്യാമറയിൽ പെട്ടില്ല, എൻ്റെ തല മാത്രമേ പെട്ടുള്ളൂ. ഇനി ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡിൽ കണ്ടോളൂ, ഇതിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ. ഇതിൽ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് രാത്രി ചെയ്ത് കിടക്കുന്ന നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. മഞ്ഞൾ ഓൾറെഡി ഗ്ലോവിങ് ആയിരിക്കുമല്ലോ. ഇതെന്തായാലും ഒരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു 4 ഡേയ്സ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഞാൻ ഇത് കണ്ടോ, ഇതിനകത്ത് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് കറക്റ്റ് റിമൂവ് ആകാത്തത്. പക്ഷെ കണ്ടോ, ഇതിൻ്റെ ഒരു ഗ്ലോ നന്നായിട്ടത് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനലി റിസൾട്ട് വന്നിട്ട്. നല്ല ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉള്ളൊരു പാക്കാണ്. പിന്നെ ഇത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്നതിലുപരി നമ്മുടെ മുഖത്തെ ടാന്, ഡാർക്ക് സ്പോട്ട്സ്, ഇതെല്ലാം ഞാൻ പറയാം സമയം എടുത്തിട്ട് മാറും, അല്ലാതെ പെട്ടെന്ന് ടപ്പ് ചെയ്യുന്ന സ്വിച്ചിട്ട് പോലെ ഒന്നും മാറില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ആദ്യമേ ഞാൻ ഡിസ്ക്ലെയിമർ പറയാം, കയ്യിലൊക്കെ മഞ്ഞളാവും, മുഖത്തൊക്കെ മഞ്ഞളാവും, പിന്നെ ഡ്രസ്സിൻ്റെ നെക്കിലൊക്കെ മഞ്ഞളാവും. അപ്പോൾ അതുകൊണ്ട് മഞ്ഞളാവാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആളുകൾ മാത്രം ട്രൈ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇപ്പോൾ ഫേസ് വാഷ് ഇട്ടിട്ടാണ് മുഖം കഴുകിയത്. ബിക്കോസ് എനിക്ക് പല കാര്യങ്ങളും അലർജിക്ക് ആയതുകൊണ്ട് ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ടാണ് നമ്മുടെ മുഖത്ത് തന്നെ പപ്പായൊക്കെ കഴുകിക്കളഞ്ഞത്. അതായത് എല്ലാം സ്ക്രബ് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം കേട്ടോ. ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് നമ്മൾ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം കഴുകാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ കഴുകിയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, അങ്ങനെ കഴുകാതിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. പിന്നെ നമ്മൾ കെമിക്കലി ഫേഷ്യൽ അല്ലെങ്കിൽ ഫേസ് പാക്ക് ഒക്കെ ഇടുമ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അത് കെമിക്കൽ ഇപ്പോൾ നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് സലൂൺസിലൊക്കെ പോയിട്ട് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ പറയും നമ്മളോട് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട, സോപ്പ് യൂസ് ചെയ്യേണ്ട എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ വെച്ച് നമ്മൾ ഫേസിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഫേസ് വാഷ് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഇതിപ്പോൾ നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, ഇവിടെ പൊടിച്ച മഞ്ഞൾപ്പൊടി, ഇവിടെ ഉണ്ടായ പപ്പായ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തത്. പിന്നെ എനിക്ക് ഈ അലർജിക് പ്രശ്നം ഉള്ളത് കൊണ്ടും ആണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും
ആ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാം. വളരെ കുഞ്ഞു വീഡിയോ ആണ്. ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് വേറൊരു സാധനം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന നാച്ചുറൽ ആയിട്ടുള്ളൊരു പാക്കിംഗ് കൂടി ഉണ്ട്. അത് ഇതിനേക്കാൾ റിസൾട്ടുള്ള ഒരു കാര്യമാണ്. അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കും. വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ 0 എക്സ്പെൻസ് ആണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം കേട്ടോ. ഹണി ആഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ്. ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു. പിന്നെ ഞാൻ 0 ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ഹണി ആഡ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഹണി ഉള്ളവരാണെങ്കിൽ ഹണി ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും. ട്രൈ ചെയ്തവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.